ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പൂയം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായിട്ടുള്ള ജാതകഫലം നോക്കാം. ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും മതാനുഷ്ഠാനങ്ങളും ഉള്ളവരായി കണ്ടുവരുന്നു. പൂയം നക്ഷത്രക്കാർ ക്ഷിപ്രകോപം ഉള്ളവരാണെങ്കിലും ശാന്തഹൃദയരാണ്. മിതവ്യയവും ആത്മധൈര്യവും ഈ നാളുകാരെ വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കും. അതിഥികളെ സൽക്കരിക്കുവാൻ ഈ നാളുകാർക്ക് എപ്പോഴും മുൻപന്തിയിലായിരിക്കും ഇവർ. കുടുംബത്തോടേറെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നവരാണ് പൂയ നക്ഷത്രക്കാർ. ഹൃദയചാഞ്ചല്യം ഈ നാളുകാരിൽ അധികം പേർക്കും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ജനനം മുതൽ തീർത്തും ആരോഗ്യക്കുറവ് ഉള്ളവരായിട്ടാണ് ഈ നാളുകാർ നമുക്ക് കണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇവർ ദേഷ്യ സ്വഭാവം കൂടുതലായി പ്രകടിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഏത് കാര്യങ്ങളിലും എടുത്തു ചാടുന്ന സ്വഭാവം ഇവർക്ക് അധികമായി കണ്ടുവരുന്നു. നല്ല അറിവും വിജ്ഞാനമുള്ളവരും വാഗ്മികളുമായിരിക്കും പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർ. ഈശ്വരചിന്തയുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിൽ ആയിരിക്കും ഈ നാളുകാർ. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ കൂർമ്മബുദ്ധിയോടുകൂടി ആരെയും വശത്താക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആത്മാർത്ഥത തീർത്തുമില്ലാത്ത സ്വഭാവക്കാരാണ് എന്നുള്ള അപവാദത്തിന് ഈ നാളുകാർ എപ്പോഴും വിധിക്കപ്പെടുന്നതായി കണ്ടുവരുന്നു. എന്നാൽ ഏത് കാര്യത്തിലും സ്വന്തമായൊരു നിലപാടുള്ളവരാണ് ഇവർ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഈ നാളുകാരുടെ മനസ്സിനെ അലട്ടാറുണ്ട്. ധൈര്യവും തൻ്റെ ഇടവും ഈ നാളുകാർക്ക് കുറവായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് അഭിപ്രായവും ഈ നാളുകാർ മാറ്റിപ്പറയുന്നതാണ്. എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മോശപ്പെടുത്തുകയോ ഈ നാളുകാർ ചെയ്യുകയില്ല. സ്വന്തമായ താല്പര്യം മാത്രമുള്ള ഇവർക്ക് വിജയപഥത്തിൽ എത്തിച്ചേരുവാൻ നന്നേ കഷ്ടപ്പെടേണ്ടതായി വരും. 32 വയസ്സിന് ശേഷം ആനന്ദകരമായ ഒരു ജീവിതം ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈശ്വരാനുഗ്രഹത്താൽ തങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളിയെ ഈ നാളുകാർക്ക് ലഭിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഈ നാളിൽ പിറന്ന സ്ത്രീകൾക്കും ബാധകമാണ്. കറകളഞ്ഞ ഈശ്വരവിശ്വാസികളായി ഇവരെ കണ്ടുവരുന്നു. എന്നാൽ സന്തോഷകരമായൊരു കുടുംബജീവിതം ഇവർക്കുണ്ടാവുകയില്ല. ഭർത്താവ് സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ സാധാരണയായി ഇവരെ കാണുകയുള്ളൂ. കൂടെ കുടുംബകലഹമോ ഭർത്തൃവിയോഗമോ ഈ നാളുകാരെ തേടിയെത്താറുണ്ട്. കൂടെയുള്ള കുടുംബകലഹമോ ഭർത്തൃവിയോഗമോ ഈ നാളുകാരെ തേടിയെത്താറുണ്ട്. ഉദരരോഗങ്ങൾ ഈ നാളുകാരെ സ്ഥിരമായി അലട്ടുന്നതാണ്. വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുവാൻ ഈ നാളുകാർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ പൂയം നാളുകാരുടെ മറ്റ് വിശേഷങ്ങൾ ജാതകഫലങ്ങളൊക്കെ പുതിയ വീഡിയോയിൽ പറയുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.